ഹലോ ഫ്രണ്ട്സ്, മഞ്ജുസ് ഫോട്ടോഗ്രാഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലക്ഷ്മി നരസിംഹ ക്ഷേത്രവും ലക്ഷ്മി ദേവി ക്ഷേത്രവുമാണ്. ഇന്ന് നമുക്ക് ഈ രണ്ട് ക്ഷേത്രങ്ങളുടെയും ഐതിഹ്യ കഥകൾ കേൾക്കാം. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിലൊന്നായ നരസിംഹ അവതാരത്തിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നത്. ഹിരണ്യകശിപുവിനെ മടിയിൽ കിടത്തി വധിക്കുന്ന ഭാവത്തിലാണ് നരസിംഹമൂർത്തിയുടെ ഇവിടുത്തെ പ്രതിഷ്ഠ. സുൽത്താൻ ആദിൽ ഷാഹി രണ്ടാമൻ്റെ ഭരണകാലത്ത് അദ്ദേഹം രോഗാതുരനായതിനെ തുടർന്ന് നരസിംഹസ്വാമിയെ പ്രാർത്ഥിച്ചു രോഗവിമുക്തനായ ശേഷമാണ് ക്ഷേത്ര പുനരുദ്ധാരണം നടന്നത്. കുമാര വാൽമീകി രചിച്ച തോർവി രാമായണമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നരസിംഹമൂർത്തിയുടെ വിഗ്രഹം ഒരു ഭൂഗർഭ അറയ്ക്കുള്ളിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് ഒരു ഭീമശങ്കര ശിവലിംഗ പ്രതിഷ്ഠയും നമുക്ക് കാണാം. മുൻകാലങ്ങളിൽ ത്വരിതാലയ എന്നറിയപ്പെട്ടിരുന്ന ഈ ക്ഷേത്രം ത്വരിതഗതിയിൽ അഥവാ പെട്ടെന്ന് കാര്യസാധ്യം നേടിത്തരുന്ന മൂർത്തിയായതിനാലാണ് തോർവി ലക്ഷ്മി നരസിംഹ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. കൂടാതെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ളതിനാൽ ഈ ക്ഷേത്രം ലക്ഷ്മി നരസിംഹ ക്ഷേത്രമെന്ന് അറിയപ്പെടുന്നു. ഇനി നമ്മൾ കാണുന്നത് ലക്ഷ്മി ദേവി ക്ഷേത്രമാണ്. 1500കളിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഒരു വ്യാപാരി കോലാപൂരിലെ ലക്ഷ്മി ദേവി ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് വ്യാപാരത്തിനായി യാത്ര പുറപ്പെട്ടു. കോലാപൂരിൽ നിന്നും വ്യാപാരം കഴിഞ്ഞ് യാത്രയിൽ തൻ്റെ കുതിരകളിലെ ചുമട് തുല്യമല്ലാതിരുന്നതിനാൽ മണ്ണിൽ കിടന്ന ഒരു കല്ലെടുത്ത് ചുമടുകൾ തുല്യമാക്കി ബീജാപുരിലേക്ക് യാത്ര തിരിച്ചു. തിരിച്ചുവരവിനിടയിൽ തോർവി ഗ്രാമത്തിലെത്തിയ വ്യാപാരി ആ കല്ല് മണ്ണിലേക്കെറിഞ്ഞു. ആ സ്ഥലം ശിവപ്പ എന്ന ആളിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുതിരകൾ ആ കല്ലിൽ ചവിട്ടിയതിനെ തുടർന്ന് അവയുടെ കാഴ്ച നഷ്ടപ്പെടുകയുണ്ടായി. ശിവപ്പ എന്തു ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോൾ സാക്ഷാൽ കോലാപൂർ ലക്ഷ്മി ദേവി അദ്ദേഹത്തിന് സ്വപ്നദർശനം നൽകി. കുതിരകൾ ചവിട്ടിയ കല്ലിൽ ലക്ഷ്മി ദേവിയുടെ ചൈതന്യമുണ്ടെന്നും ആയതിനാൽ ദേവിക്ക് ക്ഷേത്രം പണി കഴിപ്പിക്കണമെന്നുമായിരുന്നു അരുളപ്പാട്. ഇതാണ് ഈ ക്ഷേത്രമുണ്ടായതിൻ്റെ ഐതിഹ്യം. ക്ഷേത്രത്തിനോട് ചേർന്ന് നാഗരാജ പ്രതിഷ്ഠയും ശിവപ്പയുടെ ഓർമ്മയ്ക്കായുള്ള ക്ഷേത്രവും നിലകൊള്ളുന്നു. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.